ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. KSRTCയോട് എന്ത് സമരം ചെയ്ത ആ ദിവസത്തെ അവർ എന്തായിട്ടും 2 വണ്ടി കൂടി കൂടുതലിട്ട് ഓടുന്നു അല്ലാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പ്രൈവറ്റ് ബസ് മേഖല ഇനി അങ്ങോട്ട് എന്തായാലും താഴ്ന്നു പോകല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രൈവറ്റ് ബസ്സുകളെ ബാധിക്കില്ലേ, കാരണം ഫ്രീ ആയിട്ടൊരു സർവീസ് നടത്തുമ്പോൾ അതിലല്ലേ ആൾക്കാർ പോവുക. നല്ല തരത്തിൽ ക്ഷീണം ചെയ്തിട്ടുണ്ട്. ബസ് സർവീസ് ലൈൻ ബസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പ്രിയദർശിനി KSRTC ബസ്സുകൾ നിരത്തിലിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളെപ്പോലെയുള്ള പ്രൈവറ്റ് ബസ്സുകളെ ബാധിക്കുന്നത്? നമ്മളെ പറ്റി ബാധിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്ത്രീകളാണ് യാത്രക്കാർ. ആ സ്ത്രീകളിപ്പോൾ വണ്ടിയിലില്ല. ഇത് ഇനി 6 ചാലം കൂടി ഓടാണ്ട്, അപ്പോൾ അതിലേറെ നഷ്ടം വരും. ഇനി വിദ്യാർത്ഥികളൊക്കെ അധികം ആശ്രയിക്കുന്നത് ഈ ഒരു പ്രൈവറ്റ് ബസ്സുകൾ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സ്റ്റുഡൻസും KSRTC ഇവിടുന്ന് അങ്ങാടിപ്പുറത്തുനിന്ന് പോകുന്ന കുട്ടികളും പെരുന്തമണ്ണയ്ക്ക് വരുന്ന കുട്ടികളൊക്കെ KSRTCക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. KSRTCയോട് എന്ത് സമരം ചെയ്ത ആ ദിവസത്തെ അവർ എന്തായിട്ടും 2 വണ്ടി കൂടി കൂടുതലിട്ട് ഓടുന്നു അല്ലാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്ത് അധികാരികൾ എന്തെങ്കിലും ചെയ്തു തരണം. അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. നഷ്ടത്തിൽ തന്നെ. അപ്പോൾ ഈ കയറുന്ന ആൾ കൂടി ഇല്ലാതാവും. അത് തന്നെ വളരെ ബുദ്ധിമുട്ടിൽ തന്നെ പോണത്. സ്ത്രീകൾ വണ്ടി കയറിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സ്ത്രീകളാണ് കൂടുതൽ യാത്രക്കാർ. സ്ത്രീകളാണ്. അവർ വണ്ടി കയറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നല്ല ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ സ്കൂൾ കുട്ടികളും ആണുങ്ങൾ വളരെ ചുരുക്കമുള്ളൂ വണ്ടി കയറാനൊക്കെ സ്വന്തം വണ്ടിയിൽ പോകുന്ന ആൾക്കാരാണ്. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. വിദ്യാർത്ഥികൾ കുറവൊന്നും നമുക്ക് ഞാനൊരു ഉള്ളേരിയിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. എനിക്കങ്ങനെ കുറവായിട്ടും തോന്നിയില്ല. നമ്മളവിടെ നിന്നും വല്ല പ്രശ്നമല്ല. അത് പോകും. അതെന്തായാലും അങ്ങനെ വരുള്ളൂ. നല്ല രൂപത്തിൽ തന്നെ ഈ സ്ത്രീകൾക്ക് ഫ്രീ ആയി കൊടുത്ത ഈ നടപടി പ്രൈവറ്റ് ബസ്സിന് നല്ല രൂപത്തിൽ തന്നെ ബാധിച്ചിരിക്കണു. കാരണം ഇത് മറ്റൊരു തീരുമാനം ഇതിലേറെ ഉചിതമായത്. വിദ്യാർത്ഥികൾക്ക് സർക്കാർ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കണമെങ്കിൽ നല്ലൊരു തീരുമാനമായിരുന്നു അത്. ഇതിങ്ങനെ കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് മേഖല ഇനി അങ്ങോട്ട് എന്തായാലും താഴ്ന്നു പോകല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. മുതലാളിമാരും പണിക്കാരും എല്ലാ രൂപത്തിലും വളരെ പ്രയാസത്തിലാണ് നടന്നു പോകുന്നത്. അതായത് അതിൻ്റെ കൂടുതൽ പ്രൈവറ്റ് വണ്ടിക്കാർക്ക് നല്ല പ്രശ്നം തന്നെയാണ്. എൻ്റെ KSRTC കൂടുതൽ വണ്ടിക്കാർക്ക് നല്ല കർശനമുള്ള മാറ്റമുണ്ട്. അതെ, സംഭവം നല്ലൊരു പരിപാടിയായിരുന്നു. പക്ഷെ അത് പിന്നെന്താ, അത് സംശയമൊന്നുമല്ല. പ്രൈവറ്റ് ബസ്സുകളെ ബാധിക്കില്ലേ, കാരണം ഫ്രീ ആയിട്ടൊരു സർവീസ് നടത്തുമ്പോൾ അതിലല്ലേ ആൾക്കാർ പോവുക. പിന്നെ ഞാൻ കോട്ടക്കൽ ലൈനിലാണ്. അവിടേക്ക് അങ്ങനത്തെ KSRTC ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല. കുഴപ്പങ്ങൾ തന്നെയാണ്. കുഴപ്പങ്ങൾ പറഞ്ഞാലും ഇപ്പോൾ തിരൂർക്ക് പോകാനുള്ളവർ ഇവിടുന്ന് മലപ്പുറം പോയിട്ട് മലപ്പുറത്ത് നിന്ന് തിരൂർ പോവുക, അതേമാതിരി കോട്ടയക്ക് പോകാനുള്ളവർ അങ്ങനെ പോവുക. അതെ അതെ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് സ്ഥിരം പോകുന്ന ആളുകൾ തന്നെ പറയുന്നത് അതങ്ങനെയാണ്. അത് സൗജന്യ സർവീസ് അല്ലേ. എന്തായാലും ഇപ്പോൾ നിങ്ങളായാലും ഞാനായാലും അങ്ങനെ തന്നെയല്ലേ നോക്കുള്ളൂ. ബസ് ജീവനക്കാർക്ക് ഇവിടെയൊക്കെ ഫുള്ള് ബത്തൊക്കെ പണിയെടുക്കണവരല്ലേ, ദിവസക്കൂലി അല്ലല്ലോ. നമ്മളൊക്കെ കളക്ഷൻ ബത്തൊക്കെ അനുസരിച്ച് പണിയെടുക്കണവരാണ്. ഞങ്ങളെ മാത്രമല്ല ഓണേഴ്സിനും ബാധിക്കല്ലേ. ഞങ്ങൾക്കൊക്കെ ബത്തൊക്കെയാണ് ഇപ്പോൾ നമ്മളിവിടെയൊക്കെ എല്ലാ ബസ്സിലും ജോലി ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ 8 രൂപ, ഇപ്പോൾ ഈ ഒരു 1.5 മാസം കൊണ്ട് 8 രൂപ ഇപ്പോൾ നിലവിൽ ഡീസലിന് വില കൂടി നിൽക്കുകയാണ്. അങ്ങനെ ടാർഗറ്റൊന്നുമില്ല. ടാർഗറ്റൊന്നും ഇപ്പോൾ ആർക്കും കൊടുക്കാനും കഴിയില്ലല്ലോ. ടാർഗറ്റിൻ്റെ അല്ല, പക്ഷെ നമുക്ക് ഈ കളക്ഷൻ പത്താന്നുള്ളതിൽ പോകുമ്പോൾ നമുക്കൊരു കൂലി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒരാൾക്കൊരു ദിവസം ഒരു നിശ്ചിത കൂലി എന്നുള്ളത് ഏത് പണിക്കായാലും ഉണ്ടല്ലോ. ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് തൊഴിലാളികളെ ബാധിക്കാൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുതലാളിമാരാണ്. ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദിവസത്തിലൊരു 650-700 രൂപ അധിക ബാധ്യത, ഒരു ദിവസത്തിന് അധിക ബാധ്യതയാണ് വരുന്നത്. ഒരു മിനിമം ഒരു 80 ലിറ്ററൊക്കെ ഡീസൽ അടിക്കുന്നവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 650-700 രൂപയൊക്കെ അധിക ബാധ്യതയാണ്. ഓണേഴ്സിനെ സംബന്ധിച്ച് അതിന് കൂടുതൽ. കാരണം ഒരു വർഷത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ടാക്സ് അടച്ചിട്ട് ഓടണമെന്ന് ഈ ബസ് ഒരു സംവിധാനമില്ല. അത് വർഷത്തിൽ 4 ടാക്സ് അടക്കുകയാണ്. അപ്പോൾ ഈ ടാക്സും ഒരു വർഷത്തിലൊരു സംഖ്യ ടാക്സ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഒരു ദിവസത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 650-700 രൂപയൊക്കെ കൂടുതൽ എന്ന് പറഞ്ഞാൽ മാസത്തിൽ തന്നെ കൂട്ടി നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ.
അത്രയും ബാധ്യത ഓണേഴ്സിനും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രിയദർശിൻ്റെ ഈ ഒരു പ്രശ്നം കാരണം തൊഴിലാളികൾക്കും അത് ബാധിക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് ഈ കളക്ഷൻ പത്താന്ന് പറഞ്ഞാൽ അത് എത്തിപ്പെടാൻ പറ്റുന്നില്ല. നമ്മൾക്കൊരു കൂലി വേണ്ടേ, കുടുംബം കുട്ടികളായിട്ടൊക്കെ നടക്കണല്ലേ, നമുക്കും വേണ്ടേ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തൊഴിലാളികളെയും ബാധിച്ചിട്ടുണ്ട്. നല്ല തരത്തിൽ ക്ഷീണം ചെയ്തിട്ടുണ്ട്. ബസ് സർവീസ് ലൈൻ ബസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്, താഴോട്ട് പോന്നിട്ടുണ്ട്. കളക്ഷനൊക്കെ ഭയങ്കര ഇടി വന്നിട്ടുണ്ട്. മുന്നോട്ട് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂല. കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോഴേക്കും ഭയങ്കര ക്ഷീണം തന്നിട്ടുണ്ട്. സാധാരണത്തെ രീതിയിൽ ബസ്സിൽ കയറുന്ന ആളുകളൊന്നും കയറാതായിട്ടുണ്ട്. സ്ത്രീകൾ വിദ്യാർത്ഥികൾക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ യാത്രക്കാരായിട്ടുള്ള പാസഞ്ചേഴ്സ് സ്ത്രീകളൊക്കെ ആയിട്ട് മാക്സിമം കുറഞ്ഞിട്ട് വരുന്നു. ഇല്ല, ഇത് ഈ ലൈനിൽ കോട്ടയം തന്നെ KSRTC ഇല്ല. പക്ഷേ അവർ മലപ്പുറം കയറി മലപ്പുറത്ത് നിന്ന് അങ്ങോട്ട് അങ്ങനെ പ്രിയദർശിനി നോക്കിയിട്ട് വെയിറ്റ് ചെയ്ത് കയറുകയാണ്. യെസ് അങ്ങനെ കയറുകയാണ്. പട്ടാമ്പിക്ക് 10 മാറ്റ് സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.